നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുണൈറ്റഡ് പൊട്ടി. വല്ലാത്ത സങ്കടമുണ്ട്. കാരണം ഒരു കാലത്ത് വളരെ ആവേശത്തോടു കൂടി പിന്തുടർന്നിരുന്ന ഒരു ടീം പ്രീമിയർ ലീഗിൻ്റെ തലപ്പത്ത് വിരാജിച്ചത് കണ്ട് വലിയ സന്തോഷം തോന്നിച്ചൊരു ടീം ഇങ്ങനെ പൊട്ടി തകരുമ്പോൾ വലിയ സങ്കടമുണ്ട്. ആദ്യമൊക്കെ യുണൈറ്റഡ് തോറ്റു എന്ന് കേൾക്കുമ്പോൾ ഒരു ചെറിയ ആശങ്കയും ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ തോറ്റു ഇതൊരു വാർത്തയല്ലാതെയായി മാറിയിട്ടുണ്ട്. 1-0 ഇന്നലെ ചെൽസിയോട് തോറ്റു. കുക്കറയ 71 മിനിറ്റിൽ നേടിയ ഗോളിലാണ് ചെൽസി വിജയിച്ച് കയറിയത്. ഇപ്പോൾ യുണൈറ്റഡ് 37 കളികളിൽ നിന്ന് 39 പോയിൻറ്റോടെ 16ാം സ്ഥാനത്താണ്. റെലഗേറ്റഡ് ആവില്ല, ശരിയാണ്. പക്ഷേ എന്തൊരവസ്ഥയാണത്. 37 കളികൾ, 10 വിജയങ്ങൾ, 9 സമനിലകൾ, 18 തോൽവികൾ. പ്രീമിയർ ലീഗിൽ ഇത്രയധികം മത്സരങ്ങൾ യുണൈറ്റഡിന് മുമ്പ് തോറ്റിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി അതുമാത്രമല്ല, യുണൈറ്റഡിൻ്റെ ചരിത്രത്തിലെ നാണക്കേടിൻ്റെ റെക്കോർഡുകൾ ഓരോന്നായിട്ട് സ്ഥാപിക്കുകയാണ് റൂബൻ അമോറിം എന്ന കോച്ചിൻ്റെ കീഴിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബാക്ക് ടു ബാക്ക് ലീഗ് ഗെയിംസ് വിജയിക്കാതെ സീസൺ അവസാനിപ്പിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ കളി തോറ്റല്ലോ, ഇനിയിപ്പോൾ ഒരു കളിയാണ് ബാക്കിയുള്ളത്. അത് ജയിച്ചാൽ പോലും തുടരൻ 2 മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് സീസൺ അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിൽ എൻഡ് എ പ്രീമിയർ ലീഗ് സീസൺ വിത്തൗട്ട് വിന്നിംഗ് ബാക്ക് ടു ബാക്ക് ലീഗ് ഗെയിംസ് ഫോർ ദി ഫസ്റ്റ് ടൈം എവർ ഇൻ ദി കോമ്പറ്റീഷൻ. ആദ്യമായിട്ടാണ്. ഇനി അതുകൊണ്ടായില്ല. നോക്കുക, പ്രീമിയർ ലീഗിൽ യുണൈറ്റഡിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവർ കൺസിക്യൂട്ടീവ് 8 ഗെയിംസ് വിജയിക്കാതെ ഈ രൂപത്തിലേക്ക് എത്തുന്നത്. This is the first time in Premier League history that they have gone 8 consecutive league games without a win. ഒറ്റ വിജയം പോലുമില്ലാതെ 8 പ്രീമിയർ ലീഗ് മത്സരങ്ങൾ അവരിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സോ അൺവാണ്ടഡ് റെക്കോർഡ്സാണ് ഇപ്പോൾ റൂബൻ അമോറിമിൻ്റെ കീഴിൽ അവർ കുറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നോക്കുക, ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കം മുതൽ ഇങ്ങോട്ടെടുത്താൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് പ്രീമിയർ ലീഗിൽ ഏറ്റവും കുറഞ്ഞ പോയിൻറ്റുകൾ നേടിയ ടീം. ഏപ്രിൽ മുതൽ ഇങ്ങോട്ടുള്ള ഈ കാലയളവിൽ 1.5 മാസത്തിൻ്റെ സമയത്ത് 2 പോയിൻ്റാണ് അവർ നേടിയത്. അവരുടെ അടുത്ത കളിയിൽ എതിരാളി ആസ്റ്റൺ വില്ലയാണ് ഈ ഒരു സമയത്ത് ഏറ്റവും അധികം പോയിൻറ്റുകൾ നേടിയ ടീം. 21 പോയിൻറ്റുകൾ അവർ വിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ യുണൈറ്റഡിനെ കാത്തിരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്നർത്ഥം. പക്ഷേ ചില സുഹൃത്തുക്കൾ ഒരു പക്ഷെ പറയും ഇത് കോൺസെൻട്രേഷൻ മുഴുവനും യൂറോപ്പ ലീഗിലായതുകൊണ്ട് ഇവിടെ തോൽക്കുകയാണ് എന്ന്. അതൊരു വല്ലാത്ത ന്യായീകരണമാണ്. റൂബൻ അമോറിമിന് പോലും ആ വാദമില്ല. അദ്ദേഹം കഴിഞ്ഞ കളിക്ക് ശേഷം പറഞ്ഞത് യൂറോപ്പ ലീഗ് നേടിയത് കൊണ്ടായില്ല, ഇവിടെ ഈ പ്രീമിയർ ലീഗ് പട്ടിക കാണുമ്പോൾ എനിക്ക് തന്നെ നാണക്കേട് തോന്നുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ന്യായീകരിക്കുന്നവർക്ക് അത് തുടരുകയും ചെയ്യാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്ഷൻ എത്താം.